ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റണ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കണ ഈ അപ്പത്തിന് ഈസ്റ്റോ, ബേക്കിംഗ് സോഡയോ, നാളികേര വെള്ളമോ, കപ്പിക്കാച്ചോ ഇതൊന്നും വേണ്ടാട്ട. ഇതില്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ അപ്പാണ് റെഡിയാക്കാൻ പോകുന്നത്. ഒരു കപ്പ് പച്ചരി എടുത്ത് 4 മണിക്കൂർ കുതിർത്തി വെച്ചേക്കണതാണ്. ഇതൊരു ജാറിലേക്ക് ചേർക്കാം. അരിയുടെ കൂടെ തന്നെ 1/4 കപ്പ് ചെറിയ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ചോറ്, ഏത് ചോറായാലും കുഴപ്പമില്ല. അരി കുതിർത്തി വെച്ച് ആ വെള്ളം തന്നെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ജാറ് കഴുകി ആ വെള്ളം ചേർത്ത് കൊടുക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് 10 മണിക്കൂർ പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് പുളിക്കാൻ വെച്ചിട്ട് 10 മണിക്കൂറായി. ഈ മാവ് നമ്മൾ ഈസ്റ്റ് ഒക്കെ ഇട്ട് പൊന്തി പോണ പോലെ ഒന്നും പൊന്തില്ല കേട്ടോ, എന്നാലും നമുക്ക് പൊന്തി കിട്ടും. ഈസ്റ്റ് നാളികേര വെള്ളമൊന്നും ചേർക്കാത്ത കാരണമാണ് നമ്മൾ 10 മണിക്കൂർ മാവ് പുളിക്കാനായിട്ട് മാറ്റി വെക്കണത്. ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും മാവ് നല്ലോണം പുളിച്ചിട്ടുണ്ട്. ഒരിത്തിരി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. മാവ് നല്ല കട്ടിയുണ്ട്. മിക്സ് ചെയ്തിട്ട് ഈ മാവ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പത്തിനുള്ള സൈഡ് ഡിഷ് റെഡി ആക്കിയതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 5 വെളുത്തുള്ളി, 2 ചുവന്ന മുളക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 സവോള ചെറുതായിട്ട് മുറിച്ചത്, 2 പച്ചമുളക്, കുറച്ച് വേപ്പില മിക്സ് ചെയ്ത് കൊടുത്ത് സവോള കളർ മാറരുത്, ഒന്ന് സോഫ്റ്റ് ആക്കിയാൽ മാത്രം മതി. സവോള സോഫ്റ്റ് ആകുമ്പോഴേക്ക് നമുക്ക് നാളികേരം അരച്ചെടുക്കാം. 1/4 കപ്പ് ചെറിയ നാളികേരം, 1/2 ടീസ്പൂൺ കസ്കസ്, 10 കാഷ്യൂ എടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കുന്നതാണ്, ഇതും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. സവോള നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ് ചേർക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോണവരെ കുക്ക് ചെയ്യും. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 തക്കാളി ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. തക്കാളി വെന്ത് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. തക്കാളി നല്ല സോഫ്റ്റായി ഉണ്ടാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടാനിലേക്ക് നിങ്ങൾ പച്ചക്കറി എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോളോട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അരച്ച നാളികേരത്തിൻ്റെ മിക്സ് ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. ആവശ്യത്തിന് വെള്ളം ചേർത്തോളൂ. അണ്ടിപ്പരിപ്പ് ചേർത്ത് അരച്ച കാരണം കൂട്ടാൻ കുറുകിക്കോളും. നാളികേരം അരച്ചത് ചേർത്ത് നല്ലോണം തിളച്ചു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാലയൊക്കെ ചേർത്ത് ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട കേട്ടോ, ഒന്ന് തിളച്ചാൽ മാത്രം മതി കൂട്ടാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടറിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് പോലും വേണ്ട ഈ സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ. അപ്പത്തിനൊക്കെ നല്ല അപ്പത്തിന്, പൂരിക്ക്, ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂട്ടാ. നമുക്ക് അപ്പം റെഡിയാക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ, നമ്മൾ മാവ് അരച്ചിട്ട് ഉപ്പും പഞ്ചസാരയും മിക്സ് ചെയ്ത് ഇളക്കി വെക്കണോടുകൂടി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്തുണ്ട് കേട്ടോ. അത് റെക്കോർഡായില്ല. നിങ്ങൾ അരച്ച് പുളിക്കാനായിട്ട് മാവ് മാറ്റി വെക്കണം മുമ്പ് പഞ്ചസാരയും ഉപ്പും ചേർക്കുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തോളൂ. പാനിലേക്ക് 1 കയ്യിൽ മാവ് ചേർക്കുന്നുണ്ട്. ബബിൾസൊക്കെ വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. അപ്പം റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വെള്ളയപ്പം പോലെ റെഡിയാക്കി നോക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ അപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഹോൾസൊക്കെ വന്നതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം റെഡിയായി ഉണ്ടാവും. അത്രയ്ക്ക് സോഫ്റ്റായി കിട്ടൂട്ട. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. ഒരു ബാറ്ററിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ അപ്പം റെഡിയാക്കാം, വെള്ളയപ്പം പോലെ റെഡിയാക്കാം കേട്ടോ. സിമ്പിളായിട്ട് അരി അരച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈസ്റ്റോ, ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.